ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ MI നെക്ക് ബാൻഡ് ആണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനിത് ഉപയോഗിച്ചു, ഇതിന്റെ സൗണ്ട് ക്ലാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഏകദേശം 1800 രൂപയ്ക്ക് ഇപ്പൊ എത്രയാണ് പ്രൈസ് എന്നുള്ളത് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓഫർ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചില ബാങ്കുകൾ വഴി വാങ്ങുമ്പോൾ 10% ഓഫേഴ്സ് ഉണ്ട്. സോ എക്സാക്ട് പ്രൈസ് 1800 രൂപയുടെ അടുത്താണ് ഈ സാധനം വാങ്ങുമ്പോൾ. അപ്പോൾ MI നെക്ക് ബാൻഡ് ഇതാണ് നമുക്ക് കാണാം. ഇതിന് നല്ലൊരു 2 ബഡ്സ് ഉണ്ട്. അതേപോലെ ഇവിടെ ഇത് പ്ലാസ്റ്റിക് ആണ് ഈ സാധനം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് റബ്ബറാണ്. ഇത് റബ്ബർ പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇത് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വളവുണ്ട്. മീൻസ് ഇത് പൊങ്ങി വെക്കുന്നല്ല കേട്ടോ, ഇവിടെ ഒരു വളവ് അവർ കൊടുത്തേക്കുന്നതാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് നീട്ടി ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഷ്രിങ്ക് ആവും. ഇവിടെ MIയുടെ ഇവിടെ കാണാവുന്ന പോലെ ഇവിടെ ഒരു കാണാവുന്നറിയില്ല എങ്കിൽ MIയുടെ ഒരു സിമ്പിൾ മീൻസ് അവരുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ നമ്മൾ ഇത് വരികയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഴിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ ഇവിടെയാണ് ഈ സൈഡ്, അതായത് നമ്മളിത് വെയർ ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആണ് ഇതിൻ്റെ ഫങ്ഷൻ കീസൊക്കെ കൊടുത്തേക്കുന്നത്. അതായത് ഇതിൽ മൊത്തം 3 കീസാണുള്ളത്. 3 കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പവർ ഓൺ പവർ ഓഫ് ബട്ടൺ ആണുള്ളത്. അതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ പവർ ഓൺ ആവുകയും കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് ആവുകയും ചെയ്യും. അതേപോലെ ഇത് സ്ലീപ്പ് മോഡിൽ സ്റ്റാൻഡ് ബൈ ആണെങ്കിലും കോൾ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്യാം. നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ 2 പർപ്പസിന് ഈ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ആണ്. വോളിയം കൂട്ടാനും സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 സ്വിച്ചസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ മൈക്രോഫോണിൻ്റെ 2 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും ഇതിലുണ്ട്. സോ സിമ്പിളാണ്. ഈ ബഡ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ വയർ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ കുറച്ച് മുന്നേ ചെയ്ത വീഡിയോ ഇതിലുണ്ട്. ബോട്ടിൻ്റെ ഈ 2 വയേഴ്സിനെ കുറിച്ച്, അതായത് ഇതിൽ നിന്ന് ബഡ്സിലേക്കുള്ള വയർ നമ്മൾ ബോട്ടിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ MIയുടെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ഞാൻ പറയുള്ളൂ. കുറച്ചുകൂടെ ബോട്ടിൻ്റെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബോട്ടിൻ്റെ നെക്ക് ബാൻഡ് ഇത് എവിടെയുണ്ട്, ബോട്ടിൻ്റെ നെക്ക് ബാൻഡ്. അപ്പോൾ ബോട്ടിൻ്റെ നെക്ക് ബാൻഡ് എടുത്തിട്ട് നമ്മൾ നെക്ക് ബാൻഡിൻ്റെ ഈ വള്ളിയും ഇതും തമ്മിൽ ബോട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബോട്ടിൻ്റെ തിന്നായിട്ടുള്ള ഈ വയറിനേക്കാളും ബഡിലേക്കുള്ള വയറിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് നമ്മുടെ MIയുടെ നെക്ക് ബാൻഡിന് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ബോട്ട് മോശം സാധനം അല്ല എന്നല്ല, ബോട്ടിൻ്റെ 1-2 കോൺസ്, അതായത് പോരായ്മകളിൽ ഒന്നാണ് അത്. സോ ഇതിന് മാഗ്നറ്റീവ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ജസ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അടുത്ത് കൊണ്ടുപോയാൽ എങ്കിലും ഇതിൽ മാഗ്നറ്റീവ് ആക്ഷൻ ബോട്ടിനേക്കാൾ കുറച്ച് കുറവാണോ എന്നുള്ളൊരു, കാരണം ഇത് പെട്ടെന്ന് വെടിയിക്കാൻ സാധിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് വെടിയിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ബോട്ടിൻ്റെ കുറച്ചുകൂടെ നമുക്ക് ടൈറ്റാണ്. അതായത് നമ്മൾ കുറച്ചുകൂടെ ബലം പിടിച്ചാലേ ഇത് ഒന്ന് പുറത്തേക്ക് വരുള്ളൂ. അത് ബോട്ടിന് കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇത് പെട്ടെന്ന് മാഗ്നറ്റീവ് ആക്ഷൻ കൂടുതലാണെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെടിയിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ പോരായ്മയല്ല, എങ്കിലും ഞാൻ കമ്പയർ ചെയ്തപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. സോ ഇനി ഇത് ഉപയോഗിച്ചതിലുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ ദ സൗണ്ട് ക്ലാരിറ്റി ഈസ് ബെസ്റ്റ്. സൗണ്ട് ക്ലാരിറ്റി നമ്മുടെ ബോട്ടിനെയും റിയൽമിയുടെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൗണ്ട് ക്ലാരിറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അത് ബോട്ടിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഞാൻ ഇതിനു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിന് നല്ല ഹൈ ബേസ് ആണുള്ളത്. നമ്മുടെ MIനേക്കാളും കുറച്ചുകൂടെ ബേസ് ഇതിന് കൂടുതലാണ്, ബോട്ടിന് കൂടുതലാണ്. പക്ഷേ എങ്കിലും ഇത് ബേസിൻ്റെ കാര്യത്തിൽ ഒരുപാട് മോശം എന്നല്ല പറയുന്നത്, അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു പൊടി ബേസ് കൂടുതലാവാം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൽ ഈ ഒരു സെഗ്മെന്റിൽ ദ ബെസ്റ്റ് ഇൻ ദ വോയിസ് ക്ലാരിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വോയിസ് നല്ല ക്ലിയർ ആണ്. നമുക്ക് ലൈവ് വോയിസ് പോലെ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് കേൾക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ്. അതായത് ഈ കാണുന്ന ബോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
എം ഐ ഈസ് സൗണ്ട് ക്ലാരിറ്റിയുടെ കാര്യത്തിൽ എം ഐ ഈസ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. ഞാൻ ഈ രണ്ടെണ്ണത്തിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എം ഐ ആണ് ഞാൻ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഗൈസ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ആ ഒരു നെക്ക് ബാൻഡ് സീരീസിൽ നല്ലൊരു റിവ്യൂ ഉള്ള, അതായത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ഒരു റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ബോട്ട്. ഇതാണ് ബോട്ടിനോളം റിവ്യൂ എം ഐക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും എം ഐയുടെ സ്വതസിദ്ധമായ ആ ഒരു ഇത് നിലനിർത്തിയിട്ടുണ്ട്, ഒരു ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട്. ബേസ് ഒരുപാടില്ലെങ്കിലും നല്ല വോയിസ് ക്ലാരിറ്റിയാണ്. സോ ബോട്ടാണോ വേണ്ടത്, ഇതാണോ വേണ്ടത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ എം ഐ നെക്ക് ബാൻഡ് ആയിരിക്കും. ഒരേപോലെ ബാറ്ററി, അതായത് ബോട്ടുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ 8 hours ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ട്. സ്റ്റാൻഡ് ബൈ മോഡ് ഉണ്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഈ രണ്ടിൽ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അത് ഈ രണ്ട് പ്രൊഡക്റ്റിൽ വന്ന് നിങ്ങളുടെ കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ ഗോ ഫോർ ദ എം ഐ. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു.